പാമ്പ് കടിയേറ്റ എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വിടവാങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടി മരണപ്പെട്ടത്. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പ് കടിയേറ്റത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്താകമാനം വീടിനുള്ളിൽ നിന്നുൾപ്പെടെ നിരവധി പേർക്ക് പാമ്പ് കടിയേറ്റതായുള്ള വാർത്തകൾ ആശങ്ക പരത്തുന്നതിനിടെയാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തരമൊരു അപകടമുണ്ടായത്. മലയോര പ്രദേശമായ എളേരിത്തട്ട് ഉന്നതിയിലായിരുന്നു സംഭവം. തൊട്ടി കുറുവാട്ട് വീട്ടിൽ ശരത്ചന്ദ്രന്റെയും അജിതയുടെയും മകളായ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ പാമ്പുകടിയേൽക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. നില ഗുരുതരമായതിനാൽ കുട്ടിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. ഋതുചന്ദ്രയുടെ മരണം എളേരിത്തട്ട് തൊട്ടി പ്രദേശത്തെ സങ്കടത്തിലാഴ്ത്തി. ഈർച്ചമില്ലിൽ നിന്ന് കൊണ്ടുവന്ന വീടിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മര ഉരുപ്പടികൾക്കിടയിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരികയും കുട്ടിയെ കടിക്കുകയുമായിരുന്നു. മൂർഖൻ പാമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് വിവരം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകളെ തണുപ്പുള്ള ഏതു ഭാഗത്തും കാണാനിടയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് ഈ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. വീട്ടുപരിസരത്തെ വിറകുപുര, അടയ്ക്ക, തേങ്ങ, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കരിയിലകൾ കൂട്ടിക്കിടക്കുന്നത് ഉൾപ്പെടെ എല്ലായിടത്തും കണ്ണുവേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. വീടിന്റെ ചുവരുകളിലെ ചെറിയ വിള്ളലുകളിൽ വരെ ശംഖുവരയൻ പോലുള്ള പാമ്പുകളെ കാണാറുള്ള കാര്യവും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. നാടെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം പാമ്പുൾപ്പെടെ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ജീവികളെ വീട്ടുപരിസരത്ത് നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമവും വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.